ബാക്കി വീടുകളൊന്നും കാണുന്നില്ല. കേരളം വളരെ വലിയ ദുരിതത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമുണ്ട്. എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികളിൽ നിന്നും പ്രതിരോധം നേടുക എന്നുള്ളത്. വെള്ളക്കെട്ടിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവരും വെള്ളത്തിൽ പെട്ടുപോയവരൊക്കെ ഡോക്സിസൈക്ലിൻ കഴിക്കാൻ എന്തായാലും മറക്കരുത്. കേരള ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്തിൻ്റെ നിർദ്ദേശപ്രകാരം 200 mg ഡോക്സിസൈക്ലിനാണ് കഴിക്കേണ്ടത്. വെള്ളവുമായി ഡയറക്റ്റ് കോൺടാക്റ്റ് ഉള്ളവർ ആഴ്ചയിൽ 200 mg എന്ന രീതിയിൽ അടുപ്പിച്ച് 2 ആഴ്ച എടുക്കണം. മുറിവോ ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ വെള്ളം വിഴുങ്ങുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ 5 ദിവസത്തേക്ക് ഡോക്സിസൈക്ലിൻ കഴിക്കണം. ഡോക്സിസൈക്ലിൻ കഴിക്കുന്നത് മൂലം എലിപ്പനി, മലേറിയ, പുഴുക്കടി, ഇൻഫെക്ഷൻസ് എന്നിവയിൽ നിന്ന് നിങ്ങൾക്ക് പ്രതിരോധം നേടാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഗർഭിണികളും 2 വയസ്സിന് താഴെയുള്ള കുട്ടികളും ഡോക്സിസൈക്ലിൻ കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. മുറിവോ ഇൻഫെക്ഷൻസോ ആയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 6 മാസമായിട്ട് TT ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ TT ഇഞ്ചക്ഷൻ എടുക്കണം. കഴിവതും വെള്ളക്കെട്ടിൽ ഇറങ്ങാതിരിക്കാൻ ശ്രമിക്കുക. ഭയം വേണ്ട, ജാഗ്രത മതി. ഈ ദുരിതവും നമ്മൾ ജാഗ്രതയോടെ നേരിടും.